ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരത്തിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുട്ടയും ബ്രൂ കോഫി പൊടിയും ചേർത്താണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള മുട്ടയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 പാക്കറ്റ് ബ്രൂ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. 2 രൂപയുടെ പാക്കറ്റാണ്. ഈ ഒരു 6 കോഴിമുട്ടയ്ക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനും കറക്റ്റ് ആക്കിയിട്ടാണ് ഇത്രയും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട അടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ അടിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഇതുപോലുള്ള സ്പൂൺ അളവിൽ 2 ടേബിൾ സ്പൂണാണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേ സ്പൂൺ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മണത്തിന് വേണ്ടിയിട്ട് 2 ഏലക്കയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചെടുക്കണം. എന്നാലാണ് നല്ല പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇപ്പം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലൊരു കറി ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ആകൃതിയിൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ബൗള് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബൗള് മുഴുവനായിട്ടും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് നമ്മൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് താഴ്ന്നു പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നല്ലപോലെ കറക്റ്റായിട്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ വരെ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിട്ട് അതിനൊരു കറക്റ്റ് ഷേപ്പും ആകൃതിയൊന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് അതിൻ്റെ ഹോളിൽ പേപ്പർ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 മിനിറ്റ് സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് മാത്രം ഇത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എളുപ്പത്തിന് വേണ്ടി ചെയ്തെടുത്തേ ഉള്ളൂ. ഇഡലി ചെമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ വേവിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എത്ര കഴിച്ചാലും മതി വരില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ കുട്ടികൾ ചോദിച്ച ഉടനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.